തൃപ്പൂണിത്തുറയ്ക്കുള്ള സ്ഥാനാർത്ഥിയാണ് എൻ്റെ അടുത്തിരിക്കുന്ന അഞ്ജലി നായർ. നമുക്കറിയാം ഇനിയിപ്പോൾ തൃപ്പൂണിത്തുറയുടെ ആ ഒരു സംശയം സാബു ജേക്കബ് മത്സരിക്കുമോ എന്നുള്ള ആ സംശയം ഇതോടുകൂടി ഇല്ലാതെയാകുകയാണ്. അപ്പോൾ നമുക്കറിയാം അഞ്ജലി നായരെ പറ്റി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, സംസ്കൃതം എല്ലാ സിനിമാ രംഗത്തും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. പുലിമുരുകൻ, ദൃശ്യം 2 ഒപ്പം തുടങ്ങി 157 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു സംരംഭകയാണ്. ചില ബിസിനസ്സുകൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് കമ്പനിയുടെ സ്ഥാപകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യം പാർട്ടി ആവശ്യപ്പെട്ടപ്പം അത് തൃപ്പൂണിത്തുറ ആയിരിക്കും എന്നുള്ള ഒരു സൂചന പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ സാബു സാറും പാർട്ടിയും ഇതിനോട് പറഞ്ഞപ്പം എന്താ പറയുക, ഇത് ലോകത്തോട് അപ്പം തന്നെ എനിക്ക് വിളിച്ചു പോകണം എന്നുള്ളൊരു അത്രയും വലിയൊരു ആഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന ഒരു കാര്യമാണിത്. പറയാൻ വാക്കുകളില്ല. തൃപ്പൂണിത്തുറയിലുള്ള എല്ലാ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും വീട്ടിലൊരു മകളെ പോലെ അവരുടെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാം. ഞാനതിന് പരമാവധി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും, ഉറപ്പ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. ഒരുപാട് രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന വേദിയിൽ പല പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് പോലെ തന്നെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരിലും എല്ലാവരിലും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. അച്ഛന് എപ്പോഴും എന്നെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് കാണാൻ ചെറുതിലേ മുതൽ അച്ഛന്റെ മാത്രം ആഗ്രഹമാണ്. അപ്പൊ അച്ഛന്റെ മുഖം മാത്രമേ എനിക്ക് ഓർമ്മ വന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ അനുവാദം വാങ്ങി മോളുമായിരുന്നു.